ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ക്രിസ്തീയ വിശ്വാസം അഥവാ തൃത്വത്തിലുള്ള വിശ്വാസം ഈസാ നബി തങ്ങളുടെ ജന്മസിദ്ധമായി ലഭ്യമായിട്ടുള്ള പാപങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും മുക്തമാക്കുന്നതിനും കുരിശിൽ ബലിയായി എന്നുള്ള വിശ്വാസം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നും യേശു കുരിശിൽ മരിക്കാതെ രക്ഷപ്പെട്ടു എന്നും ഹദരത്ത് അഹമ്മദ് അലി ഇസ്ലാം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ തന്നെ ക്രിസ്തീയ സമൂഹത്തോട് വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം മസീ ഹിന്ദുസ്ഥാൻ മേ, ഇത് യേശുമിശിഹ ഇന്ത്യയിൽ എന്ന പേരിൽ മലയാളത്തിലും പ്രസിദ്ധമാണ്. അതിൽ ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാം വ്യത്യസ്തമായ വീക്ഷണ കോണുകളിലൂടെ ഈസാ നബി അലി ഇസ്ലാം കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിലേറ്റവും ആദ്യമായി പറഞ്ഞത്, ഈസാ നബി അലി ഇസ്ലാമിനെ അന്നത്തെ യഹൂദ സമൂഹം നിരാകരിക്കുകയും അതിന് അവർ പറഞ്ഞ പ്രധാന കാരണം ദൈവത്തിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നവൻ തൂങ്ങി മരിക്കണം എന്ന തൗറാത്തിൻ്റെ സിദ്ധാന്തത്തിന് വെളിച്ചത്തിൽ യേശു നൗസുബില്ല ജാരസന്തതിയാണ്, അതുകൊണ്ട് തന്നെ ദൈവികമായ സാമീപ്യമില്ലാത്ത ആളാണ്, അദ്ദേഹം നൗസുബില്ല കള്ളപ്രവാചകനാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, അദ്ദേഹത്തെ കുരിശിലേറ്റി കൊല്ലണം എന്നതായിരുന്നു യഹൂദികളുടെ പദ്ധതി. അങ്ങനെ യേശുവിനെ വളരെയധികം പീഡനങ്ങൾക്കും യാതനകളും ഏൽപ്പിച്ചതിന് ശേഷം കുരിശിൽ കൊണ്ടുപോകുന്ന രംഗം ബൈബിളിലെ വ്യത്യസ്ത സുവിശേഷകന്മാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അങ്ങനെ പിലോത്തോസിൻ്റെ മുന്നിലെത്തുന്ന യേശുവിനെ പിലോത്തോസ് കുരിശിലേറ്റുന്ന സന്ദർഭവും അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്ന സന്ദർഭവും ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ വ്യത്യസ്ത വീക്ഷണ കോണുകളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാം യേശു കുരിശിൽ മരിച്ചിട്ടില്ല എന്നും കുരിശിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ദൗത്യനിർവഹണത്തിനു വേണ്ടി കാണാതെ പോയ യേശു ഇസ്രായേലിലെ ആട്ടിൻപറ്റത്തെ തെരഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു എന്നും സമർത്ഥിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? യേശു അയക്കപ്പെട്ടത് റസൂലൻ ഇലാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലേക്ക്, ഇസ്രായേൽ സന്തതികളിലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുതന്നെയാണ് യേശുവും പറഞ്ഞത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്ന്. യേശു വന്ന സമയത്ത് അവിടെ നസ്രയത്തിൽ 2 ഗോത്രങ്ങൾ മാത്രമാണ് ബനു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 10 ഗോത്രങ്ങൾ, അതായത് 12 ഗോത്രങ്ങളാണ് ബനു ഇസ്രായേൽ. ബാക്കി 10 ഗോത്രങ്ങൾ നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടത്തിൽ ബന്ദികളാക്കപ്പെട്ട് പിൽക്കാലത്ത് സൈറസ് മുഖേന മോചിപ്പിക്കപ്പെട്ട് അഫ്ഗാൻ, തിബത്ത് തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിലും കശ്മീർ വരെയും ആ ജൂതരിൽ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലും അതേപോലെ ചെന്നൈയിലും ഒക്കെ ജൂതർ, ആ ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഇവരിലേക്കെല്ലാമുള്ള ഒരു സന്ദേശമാണ് യേശുവിൻ്റെ സന്ദേശം. അദ്ദേഹം സ്വന്തം പറഞ്ഞതും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതും ബനു ഇസ്രായേലിലേക്കാണ് എന്നാണ്. നസ്രയത്തിലുള്ള ആ 2 ഗോത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് അദ്ദേഹം കുരിശുമരണത്തിന് വിധേയനായാൽ, അല്ല ആ സമയത്ത് കുരിശുമരണത്തിന് വിധേയനാകാതെ തന്നെ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ആൾമാറാട്ടം നടത്തി ആകാശത്തേക്ക് കരേറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം നിർവഹിക്കുന്നില്ല. ബനു ഇസ്രായേലിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഖുർആനിക സിദ്ധാന്തമോ അദ്ദേഹം സ്വയം പറഞ്ഞ ബൈബിളിലുള്ള കാര്യമോ നിർവഹിക്കപ്പെടുന്നില്ല. ഈ കാര്യത്തിൽ നമ്മൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലൊരു അന്വേഷണം നടത്തുമ്പോൾ യേശുവിനോട് അടയാളം ചോദിച്ചതായിട്ട് പരീശന്മാരും ജൂത പണ്ഡിതന്മാരും വന്ന്, ഗുരു താങ്കളോട് അടയാളം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോന പ്രവാചകൻ്റെ അടയാളമല്ലാതെ അവർക്ക് അടയാളം കാണുകയില്ല, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഗർഭത്തിൽ ഇരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കുരിശുമരണത്തിന് മുമ്പാണ് ഈ പ്രവചനം അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ കുരിശുമരണത്തിന് വിധേയനാക്കിയതിന് ശേഷം, മറ്റുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം കുരിശിലേറ്റിയതിന് ശേഷം അദ്ദേഹത്തെ ഒരു കല്ലറയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്, ഭൂമിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് 3 നാൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നാം അത് ചിന്തിക്കുമ്പോൾ അതിൽ ഈ വിശ്വാസം എല്ലാവിധത്തിലും അബദ്ധജടിലമാണെന്ന് വ്യക്തമാണ്. കാരണം കുരിശിലേറ്റുന്നതിന് മുമ്പ് അദ്ദേഹം കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗത്ശമന തോട്ടത്തിൽ അതീവ വേദനയോടെ വിയർപ്പ് രക്തമായി ഇറ്റി വീഴുന്നത് പോലെ എന്നാണ് ബൈബിളിൻ്റെ അതിൻ്റെ വിവരണം. ഒരു സിംബോളിക് വിവരണം അദ്ദേഹത്തിൻ്റെ ആ വേദനയെക്കുറിച്ച് അവിടെ വിവരിക്കുകയാണ്.
അത്തരത്തിലുള്ള വേദനയോടുകൂടി അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ല തൻ്റെ ശിഷ്യരോട്, അനുചരന്മാരോട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് വരെ ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചുണർത്തി നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. കൂടാതെ തൻ്റെ ഈ അതീവ വേദനയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ അള്ളാഹു കേട്ടു എന്നും ബൈബിൾ പറയുന്നു. ദൈവം അത് ചെവിക്കൊണ്ടു എന്നും പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കുരിശിലേക്ക് ആനയിക്കുകയാണ്. കുരിശിലേക്ക് ആനയിച്ച് കുരിശിൽ കയറ്റുന്ന സമയം 6 മണി നേരത്തിലാണ്. 6 മണി നേരത്തിൽ അദ്ദേഹത്തെ കുരിശിൽ ഉറക്കുന്നു, 3 മണി നേരത്തിൽ കയറ്റി എന്നാണ് ഒരു സുവിശേഷകൻ പറയുന്നത്. അല്ല, ഇവിടെ ഒരു കാര്യം കൂടി ഇടയിൽ വിശദീകരിക്കാനുള്ളത്, പിലാത്തോസിൻ്റെ മുമ്പിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ പിലാത്തോസ് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് അപരാധം എന്ത് എന്ന് ചോദിക്കുമ്പോൾ യഹൂദികൾ അതിന് കൊടുക്കുന്ന മറുപടി ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, അതിൻ്റെ വെളിച്ചത്തിൽ ദൈവദൂഷം പറയുന്ന ആളുകൾ കുരിശിൽ കൊല്ലപ്പെടേണ്ടതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുരിശിൽ കയറ്റാൻ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പിലാത്തോസിൻ്റെ ഭാര്യ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതും ബൈബിൾ വിശദീകരിച്ച് തരുന്നുണ്ട്. അതായത് ഈ നീതിമാൻ്റെ രക്തത്തിൽ ഇടപെടരുത്, അല്ലെങ്കിൽ ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഈ നീതിമാൻ കാരണം സ്വപ്നത്തിൽ ഒരുപാട് താൻ വിഷമിച്ചു എന്നും ബുദ്ധിമുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഈ പിലാത്തോസിൻ്റെ ഭാര്യ കത്ത് കൊടുത്തയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിലാത്തോസ് ഇദ്ദേഹത്തിൻ്റെ കുരിശിക്കുന്നതിനുള്ള സമയം ഒരുപാട് നീട്ടിക്കൊണ്ടുപോവുകയും വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇദ്ദേഹത്തെ കുരിശിക്കുന്നതിന് വേണ്ടി സമയം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് എന്നും ബൈബിൾ വിശദീകരിച്ചു തരുന്നുണ്ട്. അവിടെ നടക്കുന്ന മറ്റൊരു പ്രശ്നം, പിലാത്തോസ് സ്വയം പറയുന്നത് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നുണ്ട്. അതെ അതെ. അപ്പോൾ അദ്ദേഹം ആ രക്തത്തിൽ നിന്നുള്ള പങ്കിനെ കുറിച്ച് കൈ കഴുകി അദ്ദേഹം മാറണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം വധിക്കുന്ന വിഷയം ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളതുണ്ട്. അതുകൂടാതെ പിലാത്തോസിൻ്റെ ഭാര്യ സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുരിശിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് പിന്നീട് പിലാത്തോസ് ഭരണതലത്തിൽ നടത്തി വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ കുരിശിലേറ്റുന്ന സമയവും ഇറക്കുന്ന സമയവും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയ വിവരണം 3 മണിക്കൂർ സമയമാണ്. ഈ കുരിശിലൊരാളെ തറച്ചാൽ 3 മണിക്കൂർ നേരം ആണിയടിച്ച് കെട്ടിത്തൂക്കി എന്ന കാരണത്താൽ ഒരാൾ മരിക്കാൻ അത് കാരണമാകുന്നില്ല. ദിവസങ്ങളോളം അങ്ങനെ തൂങ്ങി നിന്ന് രക്തം വാർന്നൊലിച്ച് ദാഹവും വിശപ്പും സഹിച്ച് മരിക്കലാണ് കുരിശിൽ സാധാരണ നടക്കാറുള്ളത്. അതല്ലെങ്കിൽ പിന്നെ കൊന്നിട്ട് കുരിശിൽ കെട്ടിത്തൂക്കുന്ന പ്രക്രിയയുടെ ഇതൊക്കെ നടന്നിട്ടുമില്ല. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കുരിശിൽ അദ്ദേഹത്തെ തറച്ചു നിൽക്കുന്നു. അന്നേരവും അദ്ദേഹം പറയുന്നത് എൻ ദൈവമേ എന്നെ കൈവിട്ടത് എന്തേ എന്നാണ്. താൻ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ താൻ സ്വയം കുരിശിൽ മരിക്കുകയാണെങ്കിൽ, താനേ കാൽവരി കുരിശിൽ കയറി താൻ പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ എല്ലാ കാര്യവും അർപ്പിക്കുകയാണെങ്കിൽ എൻ ദൈവമേ എന്നെ കൈവിട്ടതെന്തേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം അവിടെയില്ല. എന്നെ എന്തിനു കൈവിട്ടു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനിതാ ഇത് നിർവഹിക്കാൻ പോകുന്നു, നിങ്ങൾ കണ്ടുകൊള്ളുക, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമാണ് എന്ന് പറയുന്നതിന് പകരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്നെ കൈവിട്ടോ എന്നുള്ള ഒരു സന്ദേഹം പോലുള്ള ഒരവസ്ഥ, അതായത് അങ്ങേയറ്റത്തെ വിഷമത്തിൻ്റെ അവസ്ഥ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ കുരിശിൽ നിറക്കുന്നു. കുരിശിൽ നിറക്കുമ്പോൾ 2 കള്ളന്മാരെ കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കള്ളന്മാരിലെ 2 ആളുടെ കൈകാലുകൾ ഒടിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ഒടിക്കുന്നില്ല. അവിടെ ഒരു സംഗതി കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനിയാഴ്ച ദിവസം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, സബ്ബത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ആരും കുരിശിൽ കയറി ഇരിക്കുക എന്നുള്ളത് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ്. അവരത് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ആപത്തുകൾ അതിന് മുമ്പ് സബ്ബത്ത് ദിനത്തെക്കുറിച്ച് അവർ നിന്ദ്യത കാണിച്ചുകൊണ്ട് അതിനെ അവമതിച്ചതുകൊണ്ട് ശിക്ഷകൾക്ക് വിധേയരായതായിട്ടുണ്ട്. അതുകൊണ്ട് സബ്ബത്ത് ദിനം, അതായത് സബ്ബത്ത് നാളിൽ ആരും കുരിശിൽ വെക്കാൻ പാടില്ല. അതിനെ പരിഗണിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച അവസാന സമയത്തേക്ക് ഇദ്ദേഹം കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാവുന്നു. ആ സബ്ബത്ത് ദിനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കുരിശിൽ നിറക്കേണ്ടതും ആവശ്യമായിരുന്നു, ഇറക്കി. അപ്പോൾ സമയം 3 മണിക്കൂർ സമയം. അതിനുശേഷം പള്ളന്മാരുടെ കാലൊടിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കാലൊടുക്കുന്നില്ല. മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് വിശദീകരിച്ചു കൊടുക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ യഹൂദികളുടെയും കലണ്ടർ ആരംഭിക്കുന്നത്, അവരുടെ ദിവസത്തിൻ്റെ ഗണന എന്ന് പറയുന്നത് ചാന്ദ്ര ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം, അതായത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഇവിടെ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഉദയത്തോടു കൂടി അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പേ തന്നെ യേശുവിനെ ഇറക്കേണ്ടത്, അല്ലെങ്കിൽ കുരിശിൽ കയറ്റിയവരെ ഇറക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി ബൈബിൾ വിവരിക്കുന്നുണ്ട്. അതെ, അത് 3 മണി 6 മണി നേരത്തിൽ അദ്ദേഹത്തെ കുരിശിൽ നിന്ന് ഇറക്കിയെന്ന് വിവരിക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ അവിടെ നടന്നൊരു സംഭവം, ഒരു പട്ടാളക്കാരിൽ ഒരാൾ ഒരു കുന്തമെടുത്ത് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി എന്ന് പറയും. കുത്തുമ്പോൾ രക്തവും വെള്ളവും തുറിച്ചു വന്നു എന്നാണ്.
അപ്പോൾ രക്തവും വെള്ളവും തുറിച്ചു വരണമെങ്കിൽ രക്തം തുറിച്ചു വരണമെങ്കിൽ ജീവനുള്ള ശരീരത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ രക്തം തുറിച്ചു വരണമെങ്കിൽ ജീവനുള്ള യേശുവിൽ നിന്ന് മാത്രമേ തുറിച്ചു വരാൻ നിവൃത്തിയുള്ളൂ. മറ്റൊരു കാര്യം, ദൈവം താൽക്കാലികമാണെന്നും ചാവുന്നതോ മരിക്കുന്നതോ നല്ലതോ അല്ല. ആ സമയത്ത് പിന്നെ ലോകത്താരെ നോക്കാനാണ്? അത് ഇടയിൽ ആനുഷംഗികമായി നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശിഷ്യൻ, അരിമത്യക്കാരൻ ജോസഫ്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം നേരത്തെ ഒരുക്കിയിരുന്ന ഒരു കല്ലറയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ആ കല്ലറയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് അകിലും മൂറും ലേപനം ചെയ്ത അതിൻ്റെ മിശ്രിതം അദ്ദേഹത്തിൻ്റെ മുറിവുകളിൽ പുരട്ടി എന്നും ബൈബിളിലുണ്ട്. അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കിയ ഒരു മരുന്നാണ്. ഇന്നും അത് മർഹമെ ഈസായുടെ ലേപനം എന്ന പേരിൽ യൂനാനി വൈദ്യത്തിൽ അറിയപ്പെടുന്ന ഒരു ഓയിൻമെൻ്റാണ്. അപ്പോൾ ആ യേശുവിന് വേണ്ടിയാണ് ആദ്യം ഈ ലേപനം ഉണ്ടാക്കിയത് എന്ന്, അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച മരുന്നാണ് എന്ന് അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്നും അതിൻ്റെ പേര് നിലകൊള്ളുന്നത്. ഈ ലേപനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിവ്, പച്ചമരുന്നുകൾ കൊണ്ട് ആ മുറിവ് സുഖപ്പെട്ടുവെന്നും അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് വന്നതായിട്ടും ബൈബിളിൽ കാണുന്നു. അത് മാത്രമല്ല, മരിച്ച ശരീരമാണെങ്കിൽ ഒരിക്കലും തന്നെ അവിടെ മരുന്ന് പുരട്ടേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ സുഗന്ധലേപനങ്ങൾ പുരട്ടുന്നത് മറ്റൊരു വശമാണ്. അതേസമയം മുറും അകലും പുരട്ടണമെങ്കിൽ അത് തേക്കണമെങ്കിൽ തീർച്ചയായും അത് രോഗശമനത്തിന് വേണ്ടിയാണ് തേക്കാറുള്ളത്. ഒരിക്കലും തന്നെ ക്രിസ്തീയ വിശ്വാസപ്രകാരമോ യഹൂദ വിശ്വാസപ്രകാരമോ മൃതദേഹത്തിൽ മരുന്നുകൾ പുരട്ടുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെയും മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ജീവനോടെ തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടുന്ന് പുറത്തു വരുന്നു. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പ്രവചനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ വളരെ കൃത്യമാണത്. യോന കടലാനയുടെ വയറ്റിൽ പോയത് ജീവനോടെയാണ്, അവിടെ ഇരുന്നതും ജീവനോടെയാണ്, അവിടെ നിന്ന് പുറത്തു വന്നതും ജീവനോടെയാണ്. ഇത് ബൈബിളിൽ പറയുന്ന ഒരു സംഗതിയാണ്. ഈ അടയാളമല്ലാതെ മറ്റൊരടയാളം കാണുകയില്ല എന്ന് പറയുകയാണെങ്കിൽ യേശു ഭൂമിയുടെ ഗർഭത്തിൽ കല്ലറയിലേക്ക് പോകേണ്ടത് ജീവനോടെയാണ്, അതിലിരിക്കേണ്ടത് ജീവനോടെയാണ്, അവിടെ നിന്ന് പുറത്തു വരേണ്ടത് ജീവനോടെയാണ്. അങ്ങനെ പുറത്തു വന്നതും ജീവനോടെയാണ് എന്നതിന് മറ്റ് തെളിവുകൾ നമ്മൾ കാണുന്നു. അതിൽ കാണുന്ന ഒരു കാര്യം, തോമ എന്ന സഹാബി അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ജിന്നോ ഭൂതമോ ആണോ എന്നുള്ള സംശയത്തിലാണ് അകപ്പെടുന്നത്. അങ്ങനെ എന്നെ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിവ്, വാരിയലിന് അകത്തുണ്ടായിരുന്നൊരു മുറിവിൽ അദ്ദേഹം കൈയിട്ട് കാണുന്ന, സന്ദേഹപ്പെടുന്ന തോമ എന്ന പേരിൽ സുവിശേഷങ്ങളിൽ ഒരു സബ് ടൈറ്റിൽ തന്നെ അതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൽ തൊട്ട് നോക്കി ഇത് ജിന്നും ഭൂതവുമല്ല എന്ന് അദ്ദേഹം വിരലിട്ട് നോക്കി അത് ഉറപ്പുവരുത്തുന്നു അദ്ദേഹം യേശു തന്നെയാണെന്ന്. വീണ്ടും അദ്ദേഹം അവിടെ നിന്നുള്ള പ്രയാണത്തിൽ മുക്കുവന്മാരെ, തൻ്റെ ഹവാരിങ്ങളെ കാണുകയും മുക്കുവന്മാരിൽ നിന്ന് മീൻ വാങ്ങി ഭക്ഷിച്ചു എന്നും പറയുന്നു. ഈ സംഗതി തേൻകട്ട എന്ന് പറയുമ്പോൾ അതൊരു മരുന്ന് കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം മീനും തേൻകട്ടയും ഭക്ഷിക്കണമെങ്കിൽ ജീവനില്ലാത്ത ശരീരത്തിന് ഭക്ഷണത്തിന് ആവശ്യമില്ല. ഇനി മറ്റൊരു കാര്യം, ഖുർആനിലുള്ള ഒരു ഇതുണ്ട്, കാനാ യൗക്കുലാനി താം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുവെന്ന്. ആ മറിയം കഴിച്ചിരുന്നത് പോലെ ഭക്ഷണം അദ്ദേഹം ആ സമയത്ത് ജീവനോടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. യോനാ പ്രവാചകൻ്റെ അടയാളത്തിൽ ബാക്കി നിൽക്കുന്ന ഒരു കാര്യം, യൂനസ് നബി കടലാനയുടെ വയറ്റിൽ നിന്ന്, തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതിന് ശേഷം തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തൻ്റെ സമൂഹത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇതേപോലെ തന്നെ യേശുവും, അതായത് ഈസാ നബിയും കല്ലറയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ദൗത്യ നിർവഹണത്തിന് വേണ്ടി മറ്റ് തൻ്റെ അനുയായികളെ, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളെ, മറ്റ് ബനു ഇസ്രായേൽ സന്തതികളെ തേടിപ്പിടിച്ച് അവർക്ക് സന്ദേശം എത്തിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട്. ഇത് ഖുർആൻ ഒരു സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, വയിമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാല യുഅ്മിനന്ന ബിഹി ഖബല മൗതി, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പായി അഹ്ലേ കിതാബിൽപ്പെട്ട ആളുകൾ, അതായത് ആ ബനു ഇസ്രായേൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദൗത്യം ആരിലാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഗോത്രങ്ങളെ തേടി എല്ലാ ഗോത്രങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ സന്ദേശം എത്തുകയും ഗോത്രങ്ങളിൽ നിന്ന് ചില ആളുകളെങ്കിലും അതിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗോത്രങ്ങളെ ചെന്ന് എത്തുകയും റസൂലനിലെ ബനിസ്രായേലിലേക്കുള്ള പ്രവാചകൻ എന്ന നിലയിൽ ഗോത്രങ്ങളെ തേടി തിബത്ത് വഴി അഫ്ഗാനിസ്ഥാനിലൂടെ കടന്ന് കശ്മീർ വരെ എത്തി എന്നുള്ളതിനുള്ള തെളിവുകളാണ് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാം തൻ്റെ മസീഹ് ഹിന്ദുസ്ഥാൻമേ അഥവാ യേശുമിശിഹ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും കശ്മീരിലുള്ള ആളുകൾ അവിടെ അദ്ദേഹത്തിൻ്റെ വെറും ഒരു വാദം മാത്രമല്ല, സമൂർദ്ധമായിട്ടുള്ള ഒരു തെളിവ്, യേശുവിൻ്റെ ഖബറാണിത്, ഈ ഖബർ നിങ്ങൾ കുഴിച്ചു നോക്കിയോ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈസാ നബിയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാകും എന്ന് അദ്ദേഹം പറയുന്നു. അതിലുള്ള സാക്ഷ്യങ്ങൾ ലഭിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസും നമുക്ക് കൻസുൽ ഉമ്മാൽ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കാണുന്നത്, ആശ ഇശ്രീന മിയത്ത സനത്തൻ, ഈസാ അലൈഹി സ്വലാം 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് കാണുന്നു. ഈ സമയത്ത് സെൻറ്റ് തോമസും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അവിടുന്ന് പ്രയാണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലും ആലുവയിലും ഇവിടെ 7-7.5 പള്ളി എന്നാണ് പറയുന്നത്
പിന്നെ ചെന്നൈയിലുള്ള 3 പള്ളികളും അദ്ദേഹം സ്ഥാപിക്കുകയും സെൻറ്റ് തോമസ് മോണ്ടി എന്ന പേരിലൊരു സ്ഥലം തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ ക്രിസ്ത്യാനികളിലേക്ക് ആ സന്ദേശം, അതായത് ജൂതരുടെ ഈ ബനു ഇസ്രായേലിലേക്ക് ആ സന്ദേശം എത്തിക്കുകയും യേശുവിൻ്റെ സന്ദേശം അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ ദൗത്യ നിർവഹണം പൂർണ്ണമായിട്ടും നിർവഹിച്ചു എന്ന് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് നിലകൊള്ളുന്ന ചില സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമ്മൾ ചെന്നെത്തുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തത്വം ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം ചെയ്തത്, യേശു കുരിശിൽ മരിച്ചുകൊണ്ട് പാപപരിഹാരം സിദ്ധിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാപവുമില്ല, അങ്ങനെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മനുഷ്യന് മറ്റൊരാൾ ചെയ്തതിൻ്റെ പാപം കൊണ്ട് മറ്റൊരാൾക്ക് സംക്രമിക്കുന്ന പാപമില്ല. എല്ലാ പ്രവാചകന്മാരും ആ വിധത്തിൽ വന്ന് പാപപരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചു. അതേപോലെ യേശുവും നിർദ്ദേശിച്ചു. അദ്ദേഹം കുരിശിൽ മരിച്ചിട്ടില്ല, അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അഥവാ മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ താൻ ചെയ്ത പ്രവചനം പുലർന്നിട്ടില്ല. ഇവിടെ നമ്മൾ ക്രിസ്ത്യാനിറ്റി അല്ലേ എതിർക്കുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ മേലിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന ഒരു ആരോപണത്തെയാണ് എതിർക്കുന്നത്. ഇതിഹാസവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടുകഥയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കും. മിർസ ഗുലാം അലി ഇസ്ലാം വിശദമാക്കുകയാണ് ചെയ്തത്. അതായത് ഈസാ നബി അലൈഹി ഇസ്ലാം തികച്ചും ഒരു മനുഷ്യനായ പ്രവാചകനായിരുന്നുവെന്നും അദ്ദേഹത്തിന് ചാർത്തിക്കൊടുക്കുന്ന അമാനുഷികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അതൊരിക്കലും തന്നെ ബുദ്ധിപരമായോ ബൈബിളിൻ്റെയോ വെളിച്ചത്തിൽ സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്നുമാണ് ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം ക്രിസ്തീയ സമൂഹത്തിന് മുന്നിൽ വെട്ടിത്തുറന്ന് കാണിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ അത്തരത്തിലുള്ള വിശ്വാസത്തെ പേറിക്കൊണ്ട് നടക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല, അതിന് ഇസ്ലാമിക ദൃഷ്ടിയ യാതൊരു പിൻബലവുമില്ല എന്നും ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം ലോകത്തോട് വളരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ഈ കബർ കുത്തിത്തുറത്ത് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് വിശദമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കുത്തി തുറന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈസാ അലി ഇസ്ലാമാണ് കബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് അവിടെ കല്ലുകൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. ആ കാലഘട്ടത്തിൽ കല്ലുകളിൽ കൊത്തിവെക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നും ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം വിശദമാക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം ആ കുരിശുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ഗോത്രങ്ങളെ തെരഞ്ഞുകൊണ്ട് താൻ ഏത് സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് ആ ആളുകളെ തെരഞ്ഞുകൊണ്ട് അവരിലേക്ക് സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി കശ്മീർ വരെ വരികയും കശ്മീരിൽ വെച്ച് സ്വാഭാവിക മരണം തൻ്റെ 120-ാമത്തെ വയസ്സിൽ വരിച്ചു എന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം ലോകത്ത് ഉയർത്തിയിട്ടുള്ള വൈജയന്തി, പ്രത്യേകിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയായി പറഞ്ഞിട്ടുള്ള യക്സുറു സലീബ് കുരിശിനുടയ്ക്കുന്നതാണ് എന്നത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം നിർവഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യം, ഇപ്പോൾ യേശു ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് പലായനം ചെയ്ത് കശ്മീർ വരെ എത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെങ്ങനെ നടന്നെത്തുന്നത് എങ്ങനെയെന്ന് ചോദിക്കും. അവരുടെ മുമ്പിൽ നമ്മെ സംബന്ധിച്ചോളം, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് സംശയിക്കേണ്ട പ്രശ്നമേ ഇല്ല. യേശുവിൻ്റെ സഹോദരൻ സെൻറ്റ് തോമ കേരളം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കശ്മീർ വരെ എത്തുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അതും കൂടാതെ സെൻറ്റ് തോമസിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് അദ്ദേഹം വന്നിരുന്നത്. അവസാനമായി മരിച്ചതും സെൻറ്റ് തോമസ് മൗണ്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആദ്യമായി വെച്ചിരുന്നത്, ഇപ്പോൾ അവിടുന്ന് അത് എടുത്തു കളഞ്ഞു. അതുണ്ടായിരുന്ന സ്ഥലവും അവിടെ തന്നെയുണ്ട്. യേശു ചെന്നൈയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇതിന് അദ്ദേഹത്തിൻ്റെ ശവകുടീരമുണ്ട്. ഞാനിവിടെ പറഞ്ഞു വന്നത്, തോമസിന് ഇവിടെ വരെ എത്താം, യേശുവിന് കശ്മീർ വരെ എത്താൻ പാടില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അത് ആ കാലഘട്ടത്തിൽ ദൈവികമായൊരു ദൗത്യത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി അവർ പലായനം ചെയ്ത് വന്നു എന്നുള്ളതാണ്. അത് പലായനം ചെയ്തിട്ടില്ല ഇവിടെ സംഭവിക്കുന്നത്. യേശു പറഞ്ഞ പ്രവചനം പുലരുന്നില്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ബനു ഇസ്രായേലിലേക്കുള്ള പ്രവാചകനാണെന്ന പ്രവചനം പുലരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ദൗത്യം ഖുർആൻ അദ്ദേഹം വന്ന് പോയതിന് ശേഷവും ആ ദൗത്യം പ്രഖ്യാപിക്കുമ്പോൾ തെറ്റായ നിലയിലുള്ള ഒരു ചരിത്ര വിവരണമാണ് ചെയ്യുന്നത് എന്നത് വരും. അതുകൂടാതെ അവിടെ നിന്ന് പലായനം ചെയ്ത ജൂതന്മാർ ഇവിടെ ചെന്നൈയിലും അതേപോലെ കൊച്ചിയിലും ഉണ്ടായിരുന്ന അടുത്ത കാലം വരെ ജൂതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത് അവരിവിടെ എത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള യാത്രയിൽ അവരുടെ പരമ്പരാഗതമായി വന്നിട്ടുള്ള പിതാമഹന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരെ തേടി യേശുവിനെത്താൻ പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ യേശുവിനെ ഒരു കെട്ടുകഥയിലേക്ക് തളച്ചിട്ടുകൊണ്ട് ഒരു വലിയൊരു സമൂഹത്തിനെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി അള്ളാഹുവിന് പകരമായി വെക്കുന്ന ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ശിർക്കിൽ അകപ്പെടുത്തുകയും തൗഹീദിലധിഷ്ഠിതമായ മുസ്ലിങ്ങളെപ്പോലും അതിൽ ആകൃഷ്ടരാക്കി അതിലേക്ക് അവരുടെ ഒരു മേൽക്കോയ്മ വരികയും ഇസ്ലാമിനെ അവരെ അതിജയിച്ച് നിൽക്കുന്നൊരവസ്ഥ വരികയും ചെയ്യുമ്പോൾ അവരുടെ മർമ്മപ്രധാനമായ വിഷയത്തെ ശരിക്കും വിഷയങ്ങൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ചരിത്രപരമായ സാക്ഷ്യങ്ങളും ബൈബിളിൻ്റെ സാക്ഷ്യങ്ങളും ദൈവികമായ അടയാളങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ട് അത് മിഥ്യയായ വിശ്വാസമാണ്,
യഥാർത്ഥത്തിൽ യേശുവിനോട് ചെയ്യുന്ന അപരാധമാണിത്. യേശു അങ്ങനെ കുരിശിൽ മരിക്കുകയാണെങ്കിൽ അദ്ദേഹം പിന്നെ ശാപമരണത്തിന് വിധേയമായ ശക്തനായ മരണത്തിന് വിധേയനാവുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു, ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ് എന്നുള്ള ബൈബിളിൽ അവശേഷിക്കുന്ന ഇന്നത്തെ ബൈബിളിൽ, അത് മുഴുവൻ വിശ്വസനീയമാണോ എന്നല്ല പറയുന്നത്, അവശേഷിക്കുന്ന ബൈബിളിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് ലോകത്തോട് ആദ്യമായി വെട്ടിത്തുറന്ന് പറഞ്ഞത് ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാമാണ്. അതിനെ കൊണ്ടുപിടിച്ച് ഇക്കാലത്ത് പല വിവാദകരും പല വിധത്തിലുള്ള സംവാദകരും ഒക്കെ ഉടലെടുത്തിട്ടുണ്ട്. അതിനിപ്പോഴത്തെ ആ വാദത്തിൽ നിന്നുകൊണ്ട് മിർസ സാഹിബിൻ്റെ ഈ അടിസ്ഥാനപരമായ വാദത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ വാദിക്കുന്ന വിവാദകന്മാർ ഇപ്പോഴും ഉണ്ട്, ഇപ്പോൾ നിലവിലുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ കാര്യം ആദ്യം ലോകത്തോട് വെട്ടിത്തുറന്ന് പറഞ്ഞത്, ഒരു വിപ്ലവാത്മകമായ ഒരു സിദ്ധാന്തം ലോകത്തോട് പറഞ്ഞത്, ലോകത്തിൻ്റെ ചിന്തയെ മതപരമായ ലോകത്ത് ക്രിസ്തീയ ജനതയാണ് ലോകത്ത് ഒരു വിഭാഗമുള്ളത്. ആ 1/3 വരുന്ന ക്രിസ്ത്യാനികളെയും 100 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ മതത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന യഹൂദരെയും സംബന്ധിക്കുന്ന മർമ്മപ്രധാനമായൊരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതിയാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സിദ്ധാന്തം കൊണ്ട്, അതും യഥാർത്ഥത്തിൽ അധിഷ്ഠിതമായ, സത്യത്തിൽ അധിഷ്ഠിതമായ, തെളിവിൽ അധിഷ്ഠിതമായ സമൂർദ്ധമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കുരിശ് സിദ്ധാന്തത്തെ എതിർത്തത്. അല്ല കുരിശ് വെട്ടിമുറിക്കുന്ന ഒരു വിറക് വെട്ടിയാരിയോ അതല്ലെങ്കിൽ ഒരു ഹാമർ എടുത്തുകൊണ്ട് കുത്തി നടക്കുന്ന ഒരു കൊല്ലനോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനെയാണോ ഉടക്കേണ്ടത് അതിനെയാണ് അദ്ദേഹം ഉടച്ചിട്ടുള്ളത് എന്നാണ് വാസ്തവം. വിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തിൻ്റെ മാതാവിനും അള്ളാഹു ഉയർന്നതും അതുപോലെ തന്നെ അരുവികൾ ഒഴുകുന്നതുമായൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് അഭയം നൽകി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈസാ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ മാതാവും രണ്ടുപേർക്കുമാണ് അള്ളാഹു അഭയം നൽകിയത്. അത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പരിശീലനവും അതുപോലെ തന്നെ പ്രശ്നസങ്കീർണവുമായ ഒരു അവസ്ഥയിൽ നിന്നുള്ള അഭയമായിരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അതാകട്ടെ കുരിശ് സംഭവത്തിന് ശേഷമാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭയത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നത്. അങ്ങനെ ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും അള്ളാഹു സംരക്ഷിക്കുകയും അവരുടെ ദൗത്യ നിർവഹണത്തിനുള്ള വഴികൾ അള്ളാഹു ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാം കശ്മീർ വരെ എത്തുകയും കശ്മീരിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. കശ്മീരിൽ ശ്രീനഗറിലുള്ള ഖനിയാർ തെരുവിലെ യൂസാസഫ് എന്നുള്ള ഖബറിൽ അദ്ദേഹമാണ് മറവടക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം ചരിത്രപരമായും ബുദ്ധിപരമായും അതോടൊപ്പം തന്നെ ബൈബിളിൻ്റെയും ഖുറാൻ്റെയും അതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് മസീഹ് ഹിന്ദുസ്ഥാൻമേ എന്നുള്ള ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ള മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്.